ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എനിക്കൊരു ഷൂട്ടുണ്ട്. അത് മൂന്നാറാണ്, പറക്കാട്ട് നേച്ചർ റിസോർട്ടിലാണ് ഇന്നെൻ്റെ ഷൂട്ട്. അപ്പം ഞങ്ങൾ വെളുപ്പിന് ഒരു 5 മണിക്ക് ഒരു 4:45 ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 8 മണിക്കൊക്കെയാണ് നമുക്ക് അവിടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4:45 ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ പോണ വഴിക്ക് പെട്രോളൊക്കെ അടിക്കാനായിട്ടൊക്കെ ഇറങ്ങി. അതിന് ശേഷം നമ്മൾ അടിമാലിയൊക്കെ എത്തുന്നതിന് മുമ്പ് ഒരു വളവിൽ നല്ലൊരു ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ ഇറങ്ങി ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്കും സമയം ഒരു 6 മണിയൊക്കെ ആയായിരുന്നു. അപ്പം നല്ല ചൂടുള്ള അപ്പവും നല്ല മുട്ടക്കറിയൊക്കെ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിരാവിലെ ആയതുകൊണ്ട് അങ്ങനെ ആരും അധികം വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് ഒരു 7:45 ആയപ്പോഴേക്കും പറക്കാട്ടിലെത്തി. വലിയ ബ്ലോക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിന് മുമ്പ് ഒരു തവണ ഞാനിങ്ങനെ പറക്കാട്ടിൽ വന്നിട്ടുണ്ട്. അവിടെ പ്രീതി മാമൊക്കെ ആയിട്ട് നല്ല അടുപ്പമാണ്. അവരുടെ നീലീശ്വരത്തുള്ള വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നപ്പോഴേക്കും അവർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടൊരു റൂമൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു അരമണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ ബാക്കിലുള്ള ബാൽക്കണിയിലും പിന്നെ നമ്മുടെ അവിടെ തന്നെ കുറച്ച് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി നടന്ന് കണ്ടു. പിന്നെ ബാക്കിൽ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര വ്യൂ ആണ്, നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ രാവിലത്തെ ടൈം ആയതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങോട്ട് മഞ്ഞൊക്കെ മാറി വരുമായിരുന്നു. ചെറിയൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും കംപ്ലീറ്റ് മഞ്ഞൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയായിരിക്കും. അവിടുത്തെ ഓർണമെൻറ്റ്സിൻ്റെ കളക്ഷൻസ് എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര രസമാണ് കേട്ടോ. ഒറിജിനൽ സ്വർണ്ണം മാറി നിൽക്കും, അങ്ങനെയുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വാങ്ങിക്കാൻ തോന്നും, അത്ര ഭംഗിയാണ്. നല്ല അടിപൊളി മാലയും ലോക്കറ്റും കമ്മലും വളകളും എല്ലാ ഐറ്റംസും അവിടെയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഈ ഒരു ഏരിയയിൽ വന്നിട്ട് അവിടുത്തെ ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്ത് അവിടെ നിന്നൊരു റീൽസൊക്കെ എടുത്തു. അപ്പോഴേക്കും ഇവിടെ കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ലാതിരുന്നതുകൊണ്ട് പിന്നെ മുകളിലേക്ക് പോയി. അവിടെ 1-2 ഷോപ്പിലൊക്കെ പോകാനുണ്ടായിരുന്നു. അതൊക്കെ പോയിട്ട് പുള്ളി തിരിച്ചു വന്നു. ആ ഒരു ഗ്യാപ്പിൽ പിന്നെ റൂം ആവാനായിട്ടൊരു അരമണിക്കൂർ താമസം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴത്തേക്കുള്ള വ്യൂ ഒക്കെ എടുത്തതായിരുന്നു. അവിടുത്തെ സ്വിമ്മിംഗ് പൂളും പിന്നെ കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ട് ഒത്തിരി റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അവർ അറേഞ്ച് ചെയ്തിരുന്ന റൂം താഴെയായിരുന്നു. അപ്പോൾ അതിന് ജീപ്പിന് പോകണം. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഭയങ്കര തുർക്കടം പിടിച്ച വഴികൾ പോലും നമുക്ക് തോന്നും ജീപ്പിലിങ്ങനെ പോകുമ്പോൾ. നല്ലൊരു യാത്രയാണ്. പക്ഷേ ഒരു 5-8 പ്രാവശ്യം ജീപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നപ്പോഴേക്കും എൻ്റെ കാര്യത്തിൽ ഏതാണ്ടൊരു തീരുമാനമൊക്കെ ആയായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന റൂം. നല്ല അടിപൊളി റൂമാണ്. നമുക്ക് റെസ്റ്റ് ചെയ്യാനും ആ ഷൂട്ടിൻ്റെ സമയത്തിന് നമുക്ക് വേണ്ടിയിട്ട് അവർ അവിടെ അറേഞ്ച് ചെയ്ത് തന്നതാണ്. അങ്ങനെ ഫുഡും ഇതെല്ലാം എനിക്ക് അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ നമ്മളിതൊരു കൊളാബ് ഷൂട്ട് പോലെയാണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിന് പുറത്തേക്ക് ബാൽക്കണിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ബാൽക്കണീൻ്റെ പുറത്ത് കാടും പിന്നെ വെള്ളച്ചാട്ടവും നല്ല രസമാണ്. പിന്നെ അവിടെ തന്നെ നമ്മുടെ കയറിലൂടെ സൈക്കിൾ ഓടിക്കുന്ന എന്തൊക്കെയോ അതിന് പേരൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ ഓർമ്മ വരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ ഇരുന്നാലായിട്ട് കാണാം. നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് റൂമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാമായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ വീട്ടിലായതുകൊണ്ട് ഞാനൊക്കെയായി മാത്രമാണ് പോയത്. അതുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാതെ ഇരുന്നത്. പിന്നെ അപ്പോഴേക്കൊക്കെ താഴത്തേക്ക് വന്നു. പിന്നെ എൻ്റെ കുറേ റീൽസൊക്കെ എടുത്ത് തന്നു. ഞാനവിടെ ഇരുന്നതാണ് നിൽക്കുക തന്നെ. അതിൽ കൂടെയൊക്കെ നടക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. പക്ഷെ സത്യത്തിൽ നടന്നാൽ തീരില്ല. ഞങ്ങൾ അതിൻ്റെ ഒരു 10% പോലും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ശരിക്കും. അപ്പോഴേക്കും നമുക്ക് മേക്കപ്പൊക്കെ തുടങ്ങാനുള്ളൊരു സമയമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ എങ്ങോട്ടും പോയില്ലായിരുന്നു. ഇതിന് ശേഷം നമ്മളെ ജീപ്പ് വന്നു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുള്ള ഒരു ടൈം ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് മുകളിൽ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും വൈകിട്ടത്തെ ഒരു സമയമൊക്കെ ആണെങ്കിൽ ഭയങ്കര മഞ്ഞായിരിക്കും. നമ്മളങ്ങനെയാണ് വീഡിയോസിലൊക്കെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ഫുഡുണ്ട്. ഞങ്ങൾ ചെന്നപ്പോഴേക്കും സത്യത്തിൽ ഫുഡൊക്കെ ഏകദേശം കാലിയായി തുടങ്ങിയായിരുന്നു. ഒരുപാട് വെറൈറ്റി എന്ന് വെച്ചാൽ ഒത്തിരി വെറൈറ്റി ഫുഡുണ്ട്. അപ്പം ഞാൻ ചെറിയ ചെറിയ വടകളുടെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പനിയൊക്കെ മാറി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വലിയ വിശപ്പുണ്ടായിരുന്നില്ല. പിന്നെ പൂരി, വട,
ഇക്ക പിന്നെ ദോശയും ഇഡ്ഡലി സാമ്പാർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് എടുത്തത്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ജീപ്പ് വന്ന റൂമിലേക്ക് പോയിട്ട് എൻ്റെ മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് താഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ നമുക്ക് ജീപ്പ് വന്ന് പിന്നെ താഴെ പോയി നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് ഇതാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അത് ശരിക്കും എടുക്കാനൊന്നും പറ്റിയില്ല. ഞാൻ നെല്ലിയാമ്പതി പോയപ്പോഴാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു വഴിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തത്. ഇത് അതിനേലും ഭയങ്കര കുത്തനെയുള്ള ഇറക്കമൊക്കെയാണ്, പക്ഷേ നല്ല രസമാണ് എന്തായാലും. അങ്ങനെ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് റൂമിലെത്തിയപ്പോൾ അതാരാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ ആരതിയാണ്. അവരുടെ വെഡ്ഡിങ്ങൊക്കെ ആവാറായിട്ടുണ്ട്. ആരതി നല്ലൊരു കുട്ടിയാണ് കേട്ടോ, ഭയങ്കര സംസാരവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരിനെ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നല്ല പാവം കുട്ടിയാണ്. അപ്പോൾ അതിൽ ഫുള്ളായിട്ട് ഓർണമെൻറ്റ്സ് ഇട്ടിട്ടുള്ള ഷൂട്ടൊന്നും ആ ഫോട്ടോസൊന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. അതൊക്കെ നമ്മുടെ പറക്കാട്ടിൻ്റെ ഇത് കഴിയുമ്പോഴാണ് അതിൽ ഓരോ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ. അങ്ങനെ ഞങ്ങൾ വന്ന് ഉച്ച സമയമൊക്കെ ആയിരുന്നു. ആരതിയുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 2 മണിയൊക്കെ ആയി. പിന്നെ ഞങ്ങൾ വീണ്ടും വന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിച്ചു. വീണ്ടും ഓർണമെൻറ്റ്സിൻ്റെ അവിടെ പോയി കുറച്ച് ഓർണമെൻറ്റ്സൊക്കെ നോക്കുന്ന വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ജീപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് പോയിട്ട് ആ ഊഞ്ഞാലയിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം ആടുകയൊക്കെ ചെയ്തു. അവിടെ നിന്നും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ താഴെ റൂമിൽ വന്നു, ജസ്റ്റ് ഒന്ന് ഫ്രഷായി. അപ്പോഴേക്കും 5:30-6 മണിയായി. വേറൊരു ഷൂട്ട് കൂടെ പറഞ്ഞിരുന്നു, അപ്പോൾ അതുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 5 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനിയും ഇതുപോലെ പോകാമെന്നൊക്കെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടാൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഒരു കാര്യം ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതായിരുന്നു, അത് മറന്നുപോയി. അതുകൊണ്ടാണ് ലാസ്റ്റ് ഈ വീഡിയോ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ റൂം. നല്ലൊരു കാടിൻ്റെ നടുക്ക് പോലുള്ളൊരു ആംബിയൻസ് പോലെ നല്ല അടിപൊളിയാണ് കേട്ടോ.